ധനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ 7 മണിയായപ്പോൾ വിശാലമായ വീതികൾ, രണ്ട് സൈഡിലും കണ്ടൽക്കാടുകളും മരങ്ങളും നിറഞ്ഞ വഞ്ചിക്കാരൻ മണ്ണ മീൻ പിടിച്ചിട്ട് ഫ്രഷ് മീനുണ്ടാവും. ധനുഷ്കോടി ഇങ്ങനെ വാലുപോലെ കിടക്കുന്ന രസമല്ലേ. രണ്ട് സൈഡും കടലായിട്ട് ധനുഷ്കോടിയിലേക്കുള്ള ഇവിടെ സൺസെറ്റ് സൺറൈസ് കാണാൻ പറ്റുമോ? മൂടി കിടക്കുന്നോണ്ട് അല്ലെങ്കിൽ രസമായിരുന്നു. ടവർ കണ്ടാണ് നിൽക്കണം. പക്ഷെ ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ നമ്മള് ചെരുപ്പിടണം അല്ലേ? അത് കുഴപ്പമില്ല, ഷൂസ് ഊരിയാ പോരെ. രാവിലെ മീനാ 10 മണിയൊക്കെ ആകുമ്പോൾ അവർ തുടങ്ങും. വറുത്ത് തരുന്നുണ്ടോ ഫ്രൈ? രാത്രി ബർഗർ വേണം. മോഹൻലാലിന്റെ മോൻ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. മീനൊക്കെ കുറെ ദിവസമായി പറയണ്ട മോഹൻലാലിന്റെ മോൻ വന്ന് കഴിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വലിക്കണ്ട വല ആണോ? രണ്ട് സൈഡും കടല്, റോഡ് നടുക്കൂടെ സംഭവം നോക്കിക്കേ. കടല് ഇപ്പൊ തന്നെ ഭയങ്കര ഇതാണല്ലേ, ഭയങ്കര. ഇന്നലത്തെ വൈകുന്നേരത്തെ മാതിരി തിര അടിക്കുന്നുണ്ടോ? ഭയങ്കര ഭയങ്കര സൂര്യൻ ലെഫ്റ്റിൽ ഉദിച്ചില്ല, കാണാൻ പോയി കിഴക്കുതിച്ച്. ഇത് ഈ വഴി ഉണ്ടാക്കിയ വഴിയാണ്. കടല് നാച്ചുറൽ അല്ല. ഇത് വരെ കാറുകളും തോന്നിട്ടാ. ഇല്ലില്ല, 600 മീറ്റർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് പാലത്തിൽ നടക്കണം. ആ സൈഡില് വേണ്ടത് ഈ പള്ളി ഇടിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അത് വേറെ സൈഡ്. അതാണ് പാലം. അത് ധനുഷ്കോടി രാവിലെ തന്നെ ടൂറിസ്റ്റുകൾ കാണാനായിട്ട് വന്നിരിക്കും. കാറ്റ് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അതുമാതിരി കാറ്റ്. മൊബൈലൊക്കെ പറന്നു പോകാൻ സംശയം. കടൽ ശോഭിച്ചിരിക്കുകയാണ്, കടൽ ശോഭിച്ചിരിക്കുന്നു. ജ്യൂസിനുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, വെള്ളം, എല്ലാം സൈൻസ്.
നേരെ അപ്പുറം കാണുന്നുണ്ട് ശ്രീലങ്ക. പക്ഷേ ഇവിടെ നിന്ന് പകല് കാണാൻ പറ്റില്ല. രാത്രിയിൽ അവിടെ ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സൈഡാണ് ശ്രീലങ്ക. ഇത് നമ്മുടെ ഇന്ത്യയുടെ എൻഡാണ്. ശ്രീലങ്കയായിട്ടുള്ള അതിർത്തി പകർന്ന സ്ഥലം. നിങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളിവിടെ ഉണ്ട് കടൽ. രാവിലെ ഇവിടെ കാണാൻ വന്ന ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ട്. ഇത് രാവിലെ 7 മണിയാണ്.